ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഫെബ്രുവരി മന്തില് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് നോക്കാം. ഫെബ്രുവരി മന്ത് റീഡിങ് നമുക്ക് നോക്കിയില്ല അല്ലെ. ഫെബ്രുവരി മാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ഞാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഷഫിൾ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കാം. ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്, പേഴ്സണൽ ഫ്യൂച്ചർ റീഡിങ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ഉണ്ട്, ഫ്രീ അല്ല കേട്ടോ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓളൊന്ന് ടച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതുവരെ നിങ്ങൾ തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. പേജ് ഓഫ് പെൻഡക്കിൾസ്, 9 of Wands, 3 of Pentacles, Ace of Swords, Ace of Pentacles, Temperance, 9 of Wands, 7 of Wands, Ace of Cup, 5 of Wands, 4 of Cup, Dreamer, 2 Cup, 4 of Wands, Chariot. കാർഡാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മാസത്തില് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില വ്യക്തികൾക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം ഉടനെ തന്നെ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും പണം കിട്ടുന്നു, ജോലി കിട്ടുന്നു കേട്ടോ. ഈ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് ആർക്കൊക്കെ ജോലി ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് ആദ്യത്തെ ഫസ്റ്റ് സാലറി കിട്ടും. നിങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള എന്തെങ്കിലും പണമൊക്കെ ഉണ്ടെങ്കിൽ അത് ആർക്കൊക്കെ കിട്ടാൻ പോകുന്നു. എല്ലാവർക്കും അല്ല, ആർക്കൊക്കെ കിട്ടാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതൊക്കെ വഴിയിലൂടെ നിങ്ങൾക്ക് പണം കിട്ടാൻ പോകുന്നുണ്ട്, ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിലുള്ള മികവിനനുസരിച്ച് നിങ്ങൾക്ക് സാലറി കൂടുതലും ലഭിക്കാം. ഒരുപക്ഷെ പ്രൊമോഷൻ ലഭിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് നിങ്ങൾക്ക് റിവാർഡുകൾ ലഭിക്കാൻ പോകുന്നുണ്ട്. ചിലർക്ക് റിവാർഡുകൾ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്ത ജോലികൾക്ക് നിങ്ങൾ ആ ചെയ്ത എഫേർട്ടിനുള്ള ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നീട് ചില കാര്യങ്ങളിൽ റിലേഷൻഷിപ്പിലൊക്കെ നിങ്ങളുടെ വ്യക്തിയായിട്ട് നോ കോണ്ടാക്റ്റിലാണെന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി, അല്ലെങ്കിൽ ലവിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെയൊക്കെ രീതിയിൽ ആ ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നോ കോണ്ടാക്ട് ആണെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് ആയതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെയധികം ആ ഒരു വ്യക്തിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താ പറയാ, ആ ഒരവസ്ഥയിൽ നിങ്ങൾ പുറത്തു വരാൻ പറയുന്നുണ്ട്. ചിലർ ഒരുപക്ഷെ വല്ലാത്ത ഡിപ്രഷൻ സ്റ്റേജിലൊക്കെയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ നിങ്ങളോട് പഴയ സ്നേഹമില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പഴയ രീതിയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളോട് പറയുന്നത് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ തിരിച്ചു വരാൻ പറയുന്നുണ്ട്. ആ ഒരവസ്ഥ അതിൽ തുടരേണ്ടതില്ല. നിങ്ങളെ വേണ്ടാത്ത വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് ഇനിയൊരു നല്ല ലൈഫ് ഉണ്ട്, നിങ്ങൾ തിരികെ വരുമെന്ന് ആരോടൊക്കെ പറയുന്നുണ്ട്. ചിലവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി തിരികെ വരുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. അതായത് നിങ്ങൾക്കൊരു മാരേജ് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി താൽക്കാലികമായിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കാം. എന്തെങ്കിലും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവരുടനെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുമെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു മാരേജ് ഉണ്ടെന്ന് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് മാരേജ് ഉണ്ട്. നിങ്ങൾ ആ വ്യക്തിയായിട്ടുള്ള മാരേജ് ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ മാരേജ് ഉണ്ട്. നിങ്ങൾ തമ്മിൽ ചേരേണ്ട ഒരു ജോഡി തന്നെയാണ്. നിങ്ങൾ തമ്മിലൊരു നല്ലൊരു മാരേജ് ലൈഫ് ഉണ്ട് കേട്ടോ.
എന്നുള്ളതാണ് കാണിക്കുന്നത്. ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. ദൈവം അനുഗ്രഹിച്ച ബന്ധം, അതായത് ദൈവം തീരുമാനിച്ചു വെച്ചിരുന്ന രണ്ട് ജോഡികളാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തന്നതിന് ദൈവത്തോട് നന്ദി പറയാൻ പറയുന്നുണ്ട്. കാരണം അത്രത്തോളം നല്ലൊരു വ്യക്തിയാണ്, ദൈവമായിട്ട് കണക്റ്റഡ് ആക്കിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അധികം താമസിയായി നിങ്ങളുടെ മാരേജ് സെലിബ്രേഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾ അതിന് ദൈവത്തോട് നന്ദി പറയുക, നിങ്ങളുടെ ഏഞ്ചലിനോടും ദൈവത്തോടും നന്ദി പറയാൻ പറയുന്നുണ്ട്. അധികം താമസിയായി തന്നെ നിങ്ങളുടെ മാരേജ് പ്രപ്പോസൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, എല്ലാവരും ഒരുപോലല്ല, എന്നാലും കുറച്ച് പേരോടാണ് ഈ ഒരു റീഡിങ് പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസിൽ പോകാനാണ് പറയുന്നത്. നിങ്ങളുടെ കരിയറിലും ഫോക്കസ് ചെയ്ത് പോകാൻ, നിങ്ങളുടെ ഫാമിലി ലൈഫും ഒരുപോലെ കൊണ്ടുപോകാൻ, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ, ലവും കരിയറും ഒരുപോലെ കൊണ്ടുപോകാനാണ് പറയുന്നത്. ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് രണ്ടിലേക്കും കൂടെ ബാലൻസിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. രണ്ടിലും ബാലൻസ് വേണമെന്ന് പറയുന്നുണ്ട് നിങ്ങളോട് കേട്ടോ. ഇവിടെ കാർഡുകൾ വന്നിരിക്കുന്ന ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, എർത്ത് എനർജി ഉണ്ട്, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് ഫയർ സൈൻ ഉണ്ട്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എയർ സൈൻ ഉണ്ട്, സൈൻസ് കൂടെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ടീം വർക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെയോ ചേർന്ന് ഒരു ടീം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ചേർന്ന് എന്തെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും ബിസിനസ് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ടീം വർക്ക് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നല്ല ജോലിക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ പഠിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ഒരു കുറച്ചും കൂടെ കാത്തിരിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് കാത്തിരിക്കുക, നിങ്ങൾ വിഷമിക്കേണ്ടതില്ലെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ ചിലർക്കൊക്കെ നല്ല അബണ്ടൻസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ റിസൾട്ട് ആകാൻ പോകുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ട് ആക്കാൻ പോകുന്നു. കപ്പ് നിറഞ്ഞൊഴുക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്താൻ പോകുന്നു. നിങ്ങൾക്ക് എന്താ പറയുക, പുതിയൊരു ലവ് വരുന്നു, പുതിയതായിട്ടുള്ള പ്രപ്പോസൽ വരുന്നുണ്ട്, പുതിയതായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് പുതിയ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. വളരെ ജനുവരി മാസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ചിലരോട് നിങ്ങളുടെ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ആരെങ്കിലും അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അവരുടെ വാക്കുകൾ കേൾക്കാതെ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ ചിലരോട് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് റിവാർഡുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിനൊക്കെ റിസൾട്ടിൽ കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ എഫേർട്ടിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാൻ പോകുന്നു. ഒരുപക്ഷെ നല്ല നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് പിന്നെ അതിന്റെ അവാർഡുകളോ അല്ലെങ്കിൽ അതിന് റിവാർഡുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ധാരാളം പണം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ടോ, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചലഞ്ച് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. ഒരുപാട് കോമ്പറ്റീഷൻ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജോലി സ്ഥലത്തൊക്കെയാണെന്ന് തോന്നുന്നു കോമ്പറ്റീഷൻ കാണുന്നുണ്ട്. ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളോട് ചില കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. വളരെ ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് തടസ്സം ഉണ്ടെങ്കിലൊക്കെ നീങ്ങി പോകാൻ പോവുകയാണ്. നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ നീങ്ങാൻ പോകുന്നതായിട്ടാണ് ഫെബ്രുവരി മാസം കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. പുതിയ ഐഡിയാസ് ഒക്കെ വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്. ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് മടിയുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കേണ്ട കുറെ കാര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഒരു സർജറി നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും രോഗത്തിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു സർജറി കാണുന്നുണ്ട്. ഇവിടെ പോസിറ്റീവും നെഗറ്റീവും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സർജറി എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട, നിങ്ങളോട് അരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ചില വ്യക്തികളോടാണ് പറയുന്നത്, അവർക്ക് അത് ആവശ്യമായിട്ട് ഉള്ളത് കൊണ്ടാണ് അവരോട് പറയുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മാരേജ് കാണുന്നുണ്ട്. മാരേജ് പുതിയ പ്രപ്പോസൽ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജിന് മുന്നുള്ള എന്താ പറയാ, മോതിരയിടൽ ചടങ്ങ് അല്ലെങ്കിൽ ഉറപ്പിക്കുന്ന ചടങ്ങുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വിദേശ യാത്ര, ഒരു യാത്ര കാണുന്നുണ്ട്. വിദേശ യാത്രയായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. വിദേശത്തേക്ക് നിങ്ങൾക്ക് ജോലിക്കായിട്ടോ ഫാമിലി ആയിട്ടോ പഠിക്കുന്നതിനൊക്കെ പോകാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാൻ പോകുന്നു. അതിന്റെ നിങ്ങൾ പ്രാരംഭ നടപടികളിലേക്കൊക്കെ നീങ്ങാൻ പോകുന്നുണ്ട്. വീട് പണി തുടങ്ങാനോ തറക്കല്ലിടാനോ, അല്ല വീട് പണിയുടെ കല്ലിടിൽ ചടങ്ങോ അല്ലെങ്കിൽ വീടിന്റെ പാലുകാഴ്ച ചടങ്ങോ ഒക്കെ നടക്കാൻ പോകുന്ന ആരുടെയൊക്കെയോ ഒരു വീടെന്ന സ്വപ്നം ചിലർക്ക് സാക്ഷാത്കരിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരു യാത്ര പോകാനായിട്ട് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ യാത്ര പോകാൻ പോകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയ്ക്ക് റെഡി ആവുന്നതായിട്ട് അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവിനെയൊക്കെ നികത്തിയെടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളെ നല്ലവരാക്കാനും അല്ലെങ്കിൽ നിങ്ങളിലുള്ള എന്തെങ്കിലും കഴിവുകളൊക്കെ നിങ്ങൾ പുറത്തെടുക്കാനൊക്കെ ഒരു അവസരം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു സമയമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കരിയർ സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പണമൊക്കെ ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലധികം ചിലർക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പല വഴിയിലൂടെ പലവിധ സോഴ്സുകൾ കാണുന്നുണ്ട്. പലവിധ സോഴ്സുകൾ, പണം പല വഴിയിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വരുമാന മാർഗങ്ങൾ തുറക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പല സോഴ്സിലൂടെ പണം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. ഏതൊരു കാര്യമായാലും നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡ് മാറ്റരുതെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഉറച്ച തീരുമാനം എന്താണോ അതിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോടൊക്കെ പറയുന്നത്, എന്തെങ്കിലും നിങ്ങൾ ക്ഷമിക്കാനോ പൊറുക്കാനോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അവരോട്, ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. പൊറുക്കേണ്ടതാണ് പൊറുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ വ്യക്തിയോട് എന്തെങ്കിലും ചെറിയ കാര്യത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കാനോ മറക്കാനോ തയ്യാറാകുന്നില്ല എന്ന ഒരു കാര്യം ആരുടെയൊക്കെ ലൈഫിൽ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുകയും മറക്കും പൊറുക്കുകയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചിലർ വാശിയെടുത്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് മാറാൻ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ക്ഷമിക്കാൻ പറയുന്നുണ്ട്. ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നല്ല സന്തോഷം നിറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകാൻ പോകുന്നു. ചിലർ ഫാമിലി ലൈഫിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ള കാർഡുകൾ കാണുന്നുണ്ട്. ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, മാരേജ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ചിലർക്ക് അബണ്ടന്റ് തന്നെയാണ് വരുന്നത്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ റിസൾട്ട് ആകാൻ പോകുന്നു. കരിയറിലൊക്കെ നല്ല ഡെവലപ്മെന്റ് കാണുന്നുണ്ട്. ജോലിയൊക്കെ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കരിയറിലൊക്കെ കാണുന്നത്. പ്രോസ്പെരിറ്റി കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ കാണുന്നത്. നിങ്ങൾക്ക് ഫെബ്രുവരി മാസം നിങ്ങൾ ചില പുതിയ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പുതിയതായിട്ട് നിങ്ങൾക്ക് ചില വരുമാന മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പണമിടപാട് കാര്യങ്ങളിൽ നിങ്ങൾ പണം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പണം ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏസ് പെന്റിക്കിൾസ്, പേജ് പെന്റിക്കിൾസ്. നിങ്ങൾക്ക് പണം ആഗ്രഹിക്കും, നിങ്ങൾ ആരുടെങ്കിലൊക്കെ നിങ്ങളൊരു പണത്തിനായിട്ടുള്ള ഹെൽപ്പ് ചോദിക്കുക, അല്ലെ ഏതെങ്കിലും ലോണിനോ ഒക്കെ ലോൺ അടയ്ക്കാനോ ലോൺ വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുമെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾ അവരോട് ആവശ്യപ്പെടുന്ന ഏത് സ്ഥാപനത്തിലേക്ക് ആവശ്യപ്പെടുന്നോ
ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഫെബ്രുവരിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങളിലൊക്കെ തടസ്സമുണ്ട്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടൊന്ന് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം പൂർത്തിയാക്കാൻ ഒരുപാട് ചലഞ്ച് നിങ്ങളുടെ മുൻപിൽ ചലഞ്ച് ഏറ്റെടുക്കാൻ പോകുന്നതായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ട്. കോമ്പറ്റീഷൻ മത്സരങ്ങളൊക്കെ നിങ്ങൾക്ക് ചുറ്റുള്ള ബിസിനസ്സിലൊക്കെ മത്സരങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ചിലർക്ക് കുറച്ചും കൂടെ ഒന്ന് കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും ഫെബ്രുവരി മാസം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ആഗ്രഹം വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഫെബ്രുവരി എന്നുള്ളത് കുറച്ചും കൂടെ ഡിലേ ആകുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ഇതൊക്കെയാണ് എനിക്ക് റീഡിങ്ങിൽ കിട്ടിയേക്കുന്നത്. നല്ലൊരു റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫെബ്രുവരി മാസം നല്ലൊരു മാസമായിരിക്കട്ടെ. എല്ലാവർക്കും ഒന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഫെബ്രുവരി മാസം നിങ്ങൾക്കെല്ലാം നല്ലൊരു മാസമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.